നമസ്തേ മൈ ന്യൂ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ മുംബൈയിൽ ഒരു നാഷണൽ ആഡ് ഷൂട്ടിന് പോയി. ആ ഒരു വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തു നിന്നും മുംബൈയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യം ഞാൻ പോകുന്നത് കോസ്റ്റ്യൂം ട്രയലിനാണ്. നാളെയാണ് ഷൂട്ടുള്ളത്. സോ 1 day ബിഫോർ അവരെത്താൻ പറയും. നമ്മളിങ്ങനെ സ്റ്റക്കായി പോയായിരുന്നു റോഡിൽ. അങ്ങനെ വല്ല വിധേനം കോസ്റ്റ്യൂമിൻ്റെ ആ സ്റ്റുഡിയോയിലെത്തി. ഒരു 5 to 6 കോസ്റ്റ്യൂം നമ്മൾ ട്രയൽ നോക്കി. ക്ലയൻറ്റിനും ഡയറക്ടറിനും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഫൈനലൈസ് ചെയ്യുന്നത്. ഓരോന്നെടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7:30 മണിയായി. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 7:30 ആയിട്ടും അവിടെ നേരെ അങ്ങനെ ഇരുട്ടിയിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. അതിൻ്റെ അടുത്ത് തന്നെയാണ്, അന്തേരി വെസ്റ്റിലായിരുന്നു നമുക്ക് റൂം എടുത്തതെന്ന്. പേര് ഞാൻ മറന്നുപോയി. ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് ഈ പള്ളി കാണാം. ഇതൊരു 7:30 മണിക്കാണ് കേട്ടോ. പക്ഷേ നേരം ചെറുതായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റൂമിൽ തന്നെ റെസ്റ്റ് എടുത്തു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 6:30 തന്നെ നമ്മളോട് ലൊക്കേഷൻ എത്താൻ പറഞ്ഞു. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫേമസ് ഒരു സ്റ്റുഡിയോ ആണ്, ഫിലിം സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വെരി ഓൾഡ് സ്റ്റുഡിയോ ആണ്. ഇവിടെ വെച്ച് പഴയകാല ഒത്തിരി ചിത്രങ്ങൾ ഇവിടെ പഴയകാല ചിത്രങ്ങൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവിടെ ഏതൊക്കെ മൂവീസ് ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എൻട്രൻസിൽ തന്നെ ഇത്രയും മൂവീസ് അവിടെ ഷൂട്ട് ചെയ്തതാണ്. റീസെൻ്റ്ലി ഏതൊക്കെയോ ബോളിവുഡ് മൂവീസ് അവിടെ ഉണ്ട്. ഞാൻ പേര് ഓർക്കുന്നില്ല, അവിടെ പറഞ്ഞായിരുന്നു പുള്ളി അതിൻ്റെ മൂവീസിൻ്റെ പേര്. അപ്പോൾ ഇത്രയും മൂവീസ് അവിടെ ഷൂട്ട് ചെയ്തതാണ്. അവിടെ നമുക്കൊന്ന് കാലെങ്കിൽ വെക്കാൻ ഭാഗ്യം കിട്ടിയത് അത് ദൈവാനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പിൻ്റെ ഒന്നും എനിക്ക് നല്ല വീഡിയോ കിട്ടിയില്ല. അത് കാരണം ഇത് ഖെം എൻ്റെ കോ ആർട്ടിസ്റ്റാണ്. നേപ്പാളിലാണ് പുള്ളിയുടെ വീട്. പുള്ളിയുടെ നിന്ന് അടിച്ചു മാറ്റിയ വീഡിയോ ആണിത്. ഇതാണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും. ഇതിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് നടക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള ടീമുകളൊക്കെയാണ്, ക്ലയൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഫസ്റ്റ് എനിക്ക് പ്രിൻറ്റ് ഷൂട്ടായിരുന്നു. സ്റ്റിൽ ഷൂട്ട് കഴിഞ്ഞു. അതിൻ്റെ പുറത്തൊരു ഏപ്രണൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ഞാനിന്ന് വെജാണ്. സോ കേർഡ് റൈസും കുറച്ച് കേർഡും അച്ചാറും കുക്കുമ്പറൊക്കെ ഇഷ്ടംപോലെ സാധനം ഇവിടെ കഴിക്കാനുണ്ടായിരുന്നു. ഞാനിന്ന് ഇതായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഷോട്ട് റെഡി ആയിരുന്നു. നേരെ ഷൂട്ടിലേക്ക് പോയി. എനിക്ക് വേറൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ആഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഭിഷേക് വർമൻ, കലങ്ക് മൂവിയിലെ ഡയറക്ടറാണ്. അപ്പോൾ സാറൊക്കെ എന്നെ സെലക്ട് ചെയ്തതിലും എനിക്ക് ഡയലോഗ്സ് ഒന്നും ഇല്ല, പക്ഷേ അതിൽ ഒരു പാട്ടാവാൻ കഴിയുന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. ഈ വീഡിയോയിൽ കാണാം, അഭിഷേക് സാറിനെയൊക്കെ കാണാൻ പറ്റും ഈ വീഡിയോയിൽ. പിന്നെ എൻ്റെ കൂടെ കോ ആർട്ടിസ്റ്റ് ഖെം, പിന്നെ അബ്ദുള്ളൊക്കെ വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഇൻ ചെന്നൈ. പിന്നെ ഹർഷിൽ ഇതിൽ വന്നിട്ടില്ല. അങ്ങനെ ഷൂട്ട് മനോഹരമായി എല്ലാം പൂർത്തിയാക്കി. രാത്രി 10 മണിയായി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസവും ഞാൻ മുംബൈയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്തു, കുറച്ച് കുഞ്ഞു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ്, മോർണിംഗ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ് തിരിച്ച് ബാക്ക് ടു ട്രിവാൻഡ്രം. ഇത് മുംബൈ എയർപോർട്ട് എത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വ്ളോഗ് തന്നെ എടുക്കേണ്ടി വരും, മുംബൈ എയർപോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഭംഗിയാണ് എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ ഞാൻ ഇതെടുക്കാൻ വേണ്ടി എന്താ പറയുക മെനക്കെട്ടില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി ടയേർഡായിരുന്നു. ഷോപ്പിങ്ങിനൊക്കെ പോയി കുറേ അലഞ്ഞ് തിരിഞ്ഞ് ഒത്തിരി ടയേർഡായിപ്പോൾ. അതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്ത മുംബൈ എയർപോർട്ടിന്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇനിയും പോകുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതാണ്. അങ്ങനെ ഞാൻ സേഫായിട്ട് ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.